ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം വീടുകളിൽ സാധാരണ കണ്ടുവരുന്നതും അതുപോലെ തന്നെ വളരെയധികം പോഷക ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ഒരു ഇല ഉപയോഗിച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. മുരിങ്ങയില കൊണ്ടുള്ള ഒരു തോരൻ്റെ വിഭവം, ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മുരിങ്ങയിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും കണ്ണുകളുടെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാനും എല്ലാം വളരെയധികം അനുയോജ്യമാണെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ എല്ലാ വീടുകൾ സാധാരണ കാണുന്നതുകൊണ്ട് നമ്മളിതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനത്ര ആരും ഇങ്ങനെ ഇത് ഉപയോഗിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് വീടുകളിൽ ഈ മരം ഉണ്ടെങ്കിൽ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇല ഉപയോഗിച്ച് വിവിധമായ കറികളോ മറ്റു വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണേ. ഞാനിന്ന് ഇതിൻ്റെ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഇലകളെല്ലാം ഇതിൻ്റെ കമ്പിൽ നിന്ന് ഇതുപോലെ ഊർന്ന് എടുക്കുന്നുണ്ട്. ഇലകളെല്ലാം ഇതുപോലെ ഉതിർത്ത് എടുത്ത ശേഷം ഇത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം ഇത് കഴുകുന്നതാണ് നല്ലത്. കാരണം ചെറിയ ചെറിയ പ്രാണികളെല്ലാം ചിലപ്പോൾ അതിൻ്റെ മേലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാകും. അങ്ങനെ ഇലകളെല്ലാം കഴുകി ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. അതിലെ വെള്ളമെല്ലാം ഊർന്നു പോകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഞാൻ അരമുറി തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു 3-4 പച്ചമുളകും 2-3 വെളുത്തുള്ളിയും 2 ചുവന്നുള്ളിയുടെ അല്ലിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തീരെ അരഞ്ഞു പോകാതെ ചെറുതായിട്ട് പൾസ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ആ സമയത്ത് നമുക്കൊരു ചട്ടി അടുപ്പ് വെച്ച് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ളത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക്. അതിലേക്ക് കടുകും ഉഴുന്നുപരിപ്പും പൊട്ടിക്കാം. കൂടെ തന്നെ 2-3 ഉണക്കമുളകും കൂടെ പൊട്ടിക്കാം. ഇതെല്ലാം കൂടെ പൊട്ടി വരുമ്പോൾ ഞാനൊരു 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് അതിലേക്ക് ചേർത്ത ശേഷം ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ അരപ്പിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ മുരിങ്ങയില ഇട്ട് സാവധാനം ഇളക്കി അരപ്പുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. വെള്ളം തീരെ ഒഴിക്കണ്ട. തീയും വളരെയധികം താഴ്ത്തി ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ആവിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ റെസിപ്പിയും എൻ്റെ വീഡിയോകളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഒരു 5-8 മിനിറ്റ് എടുക്കും ഈ തോരനൊന്ന് ശരിക്ക് വെന്ത് വരാൻ. അപ്പം തീയെ നമ്മൾ വളരെയധികം ലോ ആക്കി വെച്ച് മൂടി അതിൻ്റെ ആവിയിൽ ഇതിങ്ങനെ ഇളക്കി വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് ആ ഇലക്കറിയുടെ എല്ലാ ഗുണങ്ങളും അതിൽ തന്നെ ഉണ്ടാകുന്നത്. ഇതുപോലെ നമുക്ക് ചീരയിലയും എല്ലാം തോരനാക്കി എടുക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. മുരിങ്ങയില വീടുകളിലുള്ളവർ ഇടയ്ക്കെല്ലാം ഇതുപോലെ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു ഫോർ